മുസ്ലിം കുടുംബത്തിൽ നിന്ന് കുടുംബനാഥൻ മരിച്ചാൽ ആ കുടുംബനാഥൻ മരിച്ച് കബറകത്തേക്ക് പോയതിന്റെ 41ാമത്തെ ദിവസം ആ കുടുംബനാഥന്റെ പ്രിയപ്പെട്ട മക്കള് യതീംഖാന എന്ന ജയിലറയിലേക്കാണ് പോവുക എന്ന് സയനിസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയാം. ആ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് കുടുംബനാഥൻ ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം തീരുന്നതിന് മുമ്പായി തന്റെ പ്രിയപ്പെട്ട മക്കൾ ഒരു പെട്ടിയും തൂക്കി, വകതിരിവ് കിട്ടിയിട്ടില്ലാത്ത 10-11 വയസ്സ് പ്രായമുള്ള മക്കൾ ബാപ്പ മരിച്ചതിന്റെ 41ാമത്തെ ദിവസം ഒരു പെട്ടിയും തൂക്കി തൊട്ടടുത്തുള്ള യതീംഖാനയിലേക്ക് പോകുന്ന കാഴ്ചയാണ് രണ്ടാം മരണം പോലെ ആ ഉമ്മ നോക്കി കാണുന്നത്. എന്നിട്ട് ഈ മക്കളെ യതീംഖാന എന്ന് പറയുന്ന ഹാസ്പറ്റോസ് മേഞ്ഞ ഒരു പന്തലിന്റെ ചോട്ടില് ഒരു മന്ദിരിപ്പായും വാങ്ങിക്കൊടുത്തിട്ട് കൈന്റെ തണ്ടയ്ക്ക് കൈ തലയാണയും വെച്ച് കമ്മിറ്റിക്കാർ ഉറ്റിച്ചു കൊടുക്കുന്ന കഞ്ഞിയും വെള്ളം സ്റ്റീലിന്റെ പാത്രത്തിൽ ക്യൂ നിന്ന് വാങ്ങിക്കുടിച്ച് ഉപ്പ മരിച്ചുപോയി എന്ന ഒരൊറ്റ കാരണത്താൽ ആ മക്കൾ യതീംഖാനയിൽ ശ്വാസമടക്കി പിടിച്ച് ജീവിച്ച് വാർഡർമാർ എന്ന ക്രൂരന്മാരാകുന്ന അടിയും തൊഴുത്തും കിട്ടി തൊലി പൊള്ളി ചുമറും പൊരവും പഴുത്ത് പന്തലിച്ച് നാട് വിട്ടിട്ട് ലോകത്ത് അധോലോകത്തിന്റെ നായകന്മാരായിട്ട് വളരുന്നു. യതീംഖാനയിൽ നിന്ന് വളർന്നു വരുന്ന കുറെ പിള്ളർ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആസ്പെറ്റോസ് ബിൽഡിംഗിന് നസ്രാണിന്റെ സഹായം കിട്ടിയത്. അതേസമയം നമുക്ക് അഷ്റഫുൽ ആഗ്രഹിച്ചത് അതല്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഉപ്പ മരിച്ചുപോയാൽ 1-2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത് ബംഗ്ലാവും പണിത് കഴിഞ്ഞുകൂടുന്ന മുതലാളി തൊട്ടടുത്തുള്ള മക്കള്, എന്റെ മക്കളോടൊപ്പം സ്കൂളിൽ പോകുന്ന മക്കള്, എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം മൈതാനത്ത് പന്ത് കളിച്ച മക്കള്, എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചിരുന്ന എന്ന മക്കള് ഇന്ന് ബാപ്പ മരിച്ചുപോയി അപ്പുറത്തെ വീട്ടില് ആ കുഞ്ഞുങ്ങള് ഇരുമ്പിന്റെ പെട്ടിയും തൂക്കി യതീംഖാനയിലേക്ക് പോകുമ്പോൾ ആ മക്കളെ കൈപിടിച്ചിട്ട് പോണ്ടടാ മക്കളെ പോണ്ട, ഇനി നിങ്ങൾക്ക് ബാപ്പ ഞാനാണടാ, ഈ കാണുന്ന നിന്റെ അനുജന്മാരാണടാ, ഇവിടെ താമസിക്കുക നീ, എന്റെ മക്കൾ പോകുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ നിനക്കിനി പോകാം, എന്റെ മക്കൾ പോകുന്ന വണ്ടി നിനക്ക് പോകാം എന്ന് പറയാൻ പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖിന്റെ വാക്ക് കബറിലാഴ്ത്തിയിട്ട് ആസ്പെറ്റോസിന്റെ കൂടാരത്തിലേക്ക് ജയിലറക്കകത്തേക്ക് പോകുമ്പോലെ ഉപ്പ മരിച്ചുപോയി എന്നൊരൊറ്റ കാരണത്താൽ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ഉണങ്ങളരിന്റെ കഞ്ഞി പ്ലാസ്റ്റിക്കിന്റെ കടലാസിൽ കൊടുത്തിട്ട് കുടിപ്പിച്ച് യൂണിഫോമും ധരിപ്പിച്ച് തൊപ്പി ഉടിപ്പിച്ചിട്ട് റോട്ടിലൂടെ ക്യൂ നടത്തുമ്പോൾ ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, സയനസിത്തിന്റെ ബലിയാടുകളാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും എന്ന് വേദനിച്ചത് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അഷ്റഫുൽ ആഗ്രഹിച്ചത് അതല്ല. പെരുന്നാളിന്റെ അന്ന് ഡിക്കറിടാൻ നിരീക്ഷാത്തെ മൈതാനത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു മോന്റെ കൈ പിടിച്ചിട്ട് വന്നിട്ട്, എന്താ മോനെ നീ ഇങ്ങനെ, എന്റെ ബാപ്പ ബദറിൽ മരിച്ചുപോയി റസൂലേ, എനിക്ക് ബാപ്പ ഇല്ല, തുണിങ്ങിപ്പോയി വാങ്ങിത്തരാൻ, മോനെ വാ, കൂട്ടിക്കൊണ്ടുപോയി ഫാത്തിമത്തു സഹ്റാനെ ഏൽപ്പിച്ച്, ഇത് നിന്റെ കൊച്ചു ഉമ്മയാണ് മോനെ, ഇത് നിന്റെ കൊച്ചുമ്മയാണ് മോനെ, ഞാൻ നിന്റെ ബാപ്പയാണ് മോനെ, നിനക്ക് ഇന്ന് പെരുന്നാളുണ്ട് മോനെ എന്നും പറഞ്ഞ് ഹസനും ഹുസൈനും വേണ്ടി വെച്ച തുണിങ്ങുപ്പായിട്ട് തുണിപ്പിച്ച് ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോയപ്പോൾ പേരപ്പെട്ടവന്റെ മക്കൾ നാണിച്ചു. അവരെ ബാപ്പമാര് ഉടുപ്പുടുപ്പിച്ചിട്ട് പൂമ്പാറ്റകളെ പോലെ കളിപ്പിച്ചിട്ടേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖിന്റെ കയ്യും പിടിച്ചിട്ട് പോകാൻ അവനല്ലേ ഭാഗ്യം ലഭിച്ചത് എന്ന് നമ്മളോ ഈ 2 ആഴ്ച കൂടുമ്പോൾ മടമ്പ് വന്തിയ ഷൂ വാങ്ങിക്കൊടുത്തിട്ട് പുറത്തുള്ള അലമാരക്കകത്ത് മക്കൾക്ക് വാങ്ങിക്കൊടുത്ത ഷൂ രസം കണക്കിന് കിടക്കുക. തൊട്ടപ്പുറത്ത് ഈ മക്കളോടൊപ്പം കളിച്ചടക്കുന്ന മക്കള് ബാപ്പ ഇല്ലാത്തതിന്റെ പേരിൽ ചെരുപ്പില്ലാണ്ട് കാൽനടയായിട്ട് പോകുക. ഇത് കണ്ടിട്ട് ആസ്വദിക്കുകയല്ലേ ഈ സമുദായം? ഉമറാവും ഉലമാവും ഈ പ്രിയപ്പെട്ട യതീം മക്കളെ രക്തവും വിയർപ്പും ഉപയോഗിച്ച് ബംഗ്ലാവുകൾ പണിയുകയല്ലേ? ആസ്പെറ്റോസിന്റെ ബിൽഡിംഗിൽ യതീം മക്കൾ കിടക്കുമ്പോൾ യതീംഖാന്റെ മാനേജർ BMW കാർ യതീംഖാന്റെ തെരുവിൽ ഓടുകയല്ലേ? അല്ലേ? ഇതാണ് സയൻസത്തിന് ആവശ്യം, ഇതാണ് ഓറിയന്റലിസത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളയെ മരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ള മരിച്ചിച്ചാൽ ഇവിടെ ദീൻ ഹയാത്താവും. ദീൻ ഹയാത്തായാൽ ഇവിടെ ആരെയും ആശ്രയിക്കാൻ ഈ സമുദായം നിലനിൽക്കുകയില്ല. ഈ സമൂഹം ആരും ഉച്ചിച്ചു കൊടുക്കുന്ന കാത്തിരിക്കുകയില്ല.